നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനേ ഇവളായിട്ട് പഴയ പോലെ ഒന്ന് ഗുസ്തി എടുക്കട്ടെ. ഓ, ഹൈഡ് ആൻഡ് സീക്ക് അത് കണ്ണേറ്റി കളിക്കണോ? ഏതാ ഇപ്പൊ ഫേവറേറ്റ്? എന്തായാലും മിക്കി മൗസ് കളിക്കാൻ ഞാനില്ല. ഇവളെന്തൊക്കെ പറയണേ? ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടന്ന് നിന്റെ തലയിലെ ബുദ്ധിയൊക്കെ പോയാ? എടി നിനക്കിപ്പോ 20 വയസ്സായില്ലേ എന്ന് പറഞ്ഞാ കെട്ടിക്കാനുള്ള പ്രായമായി അർത്ഥം. ആ 20ഓ? എനിക്ക് 23 കഴിഞ്ഞു. പിന്നെ നമ്മള് കോവളത്തെ ഹോട്ടലില് ഇവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് കുറച്ചു ദിവസമല്ലേ ആയിട്ടുള്ളൂ. പാസ്റ്റ് 3 ഇയേഴ്സേ ഏട്ടൻ എന്റെ കുഞ്ഞനിയനായിരുന്നു. അതൊക്കെ മറന്നു അല്ലേ? 3 വർഷോ? അപ്പൊ ഞാൻ 3 വർഷമായിട്ട് അസുഖമായിട്ട് കിടക്കായിരുന്നോ? കൊള്ളാം. കിടക്കാനോ? ഒന്നിരുന്നിട്ട് പോലും ഇല്ല. ചാട്ടോ ഓട്ടോ അല്ലായിരുന്നോ? എന്റെ ഊപ്പാട് വന്നിട്ടുണ്ട്. അഭിയേട്ടന്റെ മാത്രമല്ല എന്റെയും കുഞ്ഞിക്കുട്ടനല്ലായിരുന്നോ? സ്റ്റോപ്പ് ഇറ്റ്. വന്ന ഉടനെ ഞാൻ പറഞ്ഞല്ലേ അവനകെ ടയേർഡാണെന്ന്. വെറുതെ കഴിഞ്ഞ കാര്യം പറഞ്ഞ് അവനെ ടെൻഷൻ അടുപ്പിക്കല്ലേ. എന്ത് ടെൻഷൻ? എന്റെ കുട്ടന് കുട്ടിക്കാലമായിരുന്നല്ലോ. എല്ലാ മനുഷ്യരും കൊതിക്കുന്നതല്ലേ എപ്പോഴും കുട്ടിയായിട്ടിരിക്കാൻ. ശരിക്കും എന്റെ മോൻ ഹാപ്പി ആയിരുന്നു അല്ലേടാ? ഇനി ഓരോന്ന് പറഞ്ഞ അവനെ ബുദ്ധിമുട്ടിക്കണ്ട. ജാനകി അവനെ മുറിയിലേക്ക് കൊണ്ടുപോകും. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ ഏട്ടനെ. ഓ, എന്നാ ഞാനും വരുന്നു. വഴിയിൽ വെച്ച് ആ വണ്ടി നേരെ വന്നപ്പോ കണ്ടില്ല അവൻ പെട്ടെന്ന് അപ്സെറ്റ് ആയത്. അന്നത്തെ ആക്സിഡന്റ് അവൻ ഓർത്തെടുത്താ കണ്ടില്ലേ. സോമേശനെ ഒന്ന് വിളിക്കണം. ഏയ്, ഒന്നുമില്ല, ഒന്നും വരില്ല. മഹേട്ടന്റെ അശ്രദ്ധ കൊണ്ടല്ലേ. പക്ഷേ അന്നേരം ശരിക്കും ഒരു ആക്സിഡന്റ് ഉണ്ടായെങ്കിലോ? ആ, സ്വാമിയച്ചൻ പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സില്. ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇതെന്താ അത്? ഞാനിവിടെ ഇല്ലാത്തപ്പോ ഏത് കുട്ടികളാണ് റൂം യൂസ് ചെയ്തേ? ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി. മനസ്സിലായില്ല അല്ലേ? ഞങ്ങളെല്ലാം പറഞ്ഞില്ലേ മുൻപത്തെ കാര്യങ്ങള്. എനിക്കതൊന്നും ഒന്നും ഓർക്കാൻ കഴിയുന്നില്ലടാ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് തന്നെയാ. പക്ഷെ എന്റെ ഉള്ളിൽ ഒന്നുമില്ലടാ. സാരമില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ. ഏട്ടനിപ്പോ പഴയ പോലെ സ്മാർട്ട് ആയില്ലേ. കാളീദേവിയുടെ അനുഗ്രഹം ഉള്ളിടത്തോളം എന്റെ കുഞ്ഞിനൊന്നും വരില്ല. തിരിച്ചുപോയി ഒന്ന് തൊഴാൻ പറ്റിയില്ല, അതാ ഇപ്പൊ സങ്കടം. മഹേട്ടാ, ഞാൻ അവന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. പെട്ടെന്നെങ്കി പോന്നോണ്ട് അവന്റെ മുറി ഒന്ന് റെഡിയാക്കി ഇടാൻ പറ്റിയില്ല. ആ മുറി മുഴുവൻ അവന്റെ ടോയ്സ് അല്ലേ. അത് കണ്ടാ ചിലപ്പോ. ജാനകി വേഗം ചെല്ല്. ചെന്നാ പിള്ളേരെ ഇങ്ങോട്ട് പറഞ്ഞോട്. അവരിനെ അവനെ പഴയതുമല്ലോ ഓർപ്പിച്ചാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.